بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وأبوا إلا نورا هديا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, തൽബിയ സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം ഈ ഒരു ഈദ് സുദിനത്തിൽ അതിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് സ്റ്റുഡിയോയിൽ നിങ്ങളുടെ കൂടെ ഉള്ളത് ഞാൻ സബീൽ പന്നിക്കോട്, ഞാൻ മുബീൻ കൊടിയത്തൂർ. നമ്മൾ വ്യത്യസ്തങ്ങളായ പരിപാടികൾ, കൂട്ടുകാരുടെ പരിപാടികൾ ഈ ഒരു സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഭാഗമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ഓരോ പെരുന്നാളുകൾക്കും ധാരാളം കൂട്ടുകാരാണ് പീസ് റേഡിയോയിലേക്ക് തങ്ങളുടെ പരിപാടികൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതുപോലെ തന്നെ ഈ തൽബിയ എന്നുള്ള സ്റ്റാർ ക്വസ്റ്റിൻ്റെ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്റ്റാർ ക്വസ്റ്റ് അല്ലാതെ തന്നെ എന്ത് ചെയ്യാണ്, റേഡിയോയിൽ ഓൾറെഡി ഉള്ള പ്രോഗ്രാമുകളാണ്. അത് പല രക്ഷിതാക്കൾക്കും അറിയില്ല. അതെ, ഈ പെരുന്നാളുകൾക്ക് സ്റ്റാർ ക്വസ്റ്റിൻ്റെ എപ്പിസോഡുകൾ കൂടുതലുണ്ടാവും. കാരണം ധാരാളം കൂട്ടുകാർ പെരുന്നാൾ പരിപാടികളായിട്ട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ അയച്ചു തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ സ്റ്റാർ ക്വസ്റ്റായിട്ട് നമ്മൾ പുറത്തിറക്കാറുണ്ട്. അല്ലാതെ തന്നെ കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാമുകളായിട്ട് റേഡിയോയിലൂടെ പോകാറുണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലുള്ള ഈവനിങ് ലൈവുകൾ 5 മണി മുതൽ 6 മണി വരെയുള്ള ഈവനിങ് ലൈവുകളിൽ എന്ത് ചെയ്യാറുണ്ട്, കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ അതാത് സമയത്ത് തന്നെ പ്രക്ഷേപണം ചെയ്യാറുണ്ട്. അതെ, ഇപ്പോൾ കൂട്ടുകാരുടെ ഒരു സാന്നിധ്യം പീസ് റേഡിയോയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇപ്പോൾ റേഡിയോയിൽ പിന്നെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചങ്ങാതിക്കൂട്ടം പോലെയുള്ള ക്യാമ്പുകളും നടക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ കൂട്ടുകാർക്കുള്ള നൽകുന്ന അനുഭവങ്ങൾ വളരെ വിശാലമായ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. അതെ, ഈ ഒരു എപ്പിസോഡിലെ ആദ്യത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു. ആദ്യം പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഹന്ന മറിയം പട്ടാമ്പി, BKMLP സ്കൂൾ, കൊടലൂർ. അവിടുത്തെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹന്ന മറിയം പട്ടാമ്പി. ഹന്നയുടെ പാട്ട് കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ സ്റ്റാർ ക്വസ്റ്റ് ആരംഭിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെൻ്റെ ഉമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ, അതിലെൻ്റെ ഉമ്മാൻ്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാൻ്റെ പൂമോനുറങ്ങാരിരോ, ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെൻ്റെ ഉമ്മാൻ്റെ സ്വരമേ. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തഴുകിടും വിധമാറും, ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടിച്ചെന്ന് ഉള്ള നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടിച്ചെന്ന് ഉള്ള നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാൻ്റെ മയ്യത്ത്. ഞാൻ മരിക്കുന്നതാണെൻ്റെ ഹാജത്ത്, ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണു നിങ്ങൾ, ഉമ്മ ഉമ്മ തരലാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ,
അതിലെൻ്റെ ഉമ്മാൻ്റെ സ്വരമേ. തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം, തിരകൾ പോലെ വന്ന് മറിയും, തീരാ സ്നേഹമെഴുതി തളരും. എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും, എൻ്റെ ഉമ്മ തൻ വിസർജ്യവും തഹൂറ് ചെയ്യും. എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും, എൻ്റെ ഉമ്മ തൻ വിസർജ്യവും തഹൂറ് ചെയ്യും. ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത്, ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത്. ഏത് രാത്രിയും അടയാത്ത മിഴിയൊത്ത്, കുഞ്ഞിനു വേണ്ടി തരുന്നു മുഹബ്ബത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തരലാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ, അതിലെൻ്റെ ഉമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമോർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ, അതിലെൻ്റെ ഉമ്മാൻ്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാൻ്റെ പൂമോണുറങ്ങാരിരോ. മാഷാ അല്ലാ, ഉമ്മയെക്കുറിച്ചുള്ളൊരു ഗാനമാണ് ഇവിടെ ഹന്ന മറിയം പട്ടാമ്പി ആലപിച്ചിട്ടുള്ളത്. കൊടലൂർ BAKMLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹന്ന മറിയം. ഹന്നയ്ക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു. ഹാത്തിം സലാഹ് 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. TAMUP സ്കൂൾ എടത്തനാട്ടുകര. ഒരു പാട്ടുമായിട്ടാണ് ഹാത്തിം വന്നിട്ടുള്ളത്. നമുക്ക് പാട്ടിലേക്ക് കടക്കാം. അസ്സലാമു അലൈക്കും. ഞാൻ ഹാത്തിം. ആർക്കാണവകാശം സകാത്തിലെന്നത് പറയാമോ? ഉണ്ണാനില്ല ഉടുക്കാനും ഗതിയില്ലാത്ത ദരിദ്രർക്ക് ആർക്കാണവകാശം സകാത്തിലെന്നത് പറയാമോ? ഉള്ളതിലേറെ സന്തോഷം കൊള്ളും അഗതികളായോർക്കും ആർക്കാണവകാശം സകാത്തിലെന്നത് പറയാമോ? സകാത്ത് വിതരണ ജോലിക്കായി സമയം നീക്കിയ ആമിരനും ആർക്കാണവകാശം സകാത്തിലെന്നത് പറയാമോ? ഇസ്ലാമിൻ മനസാലെ ഇഷ്ടമിണങ്ങിയ വ്യക്തിക്കും ആർക്കാണവകാശം സകാത്തിലെന്നത് പറയാമോ? കടം കുടുങ്ങിയ വ്യക്തിക്കും മോചിപ്പിക്കാനടിമക്കും ആർക്കാണവകാശം സകാത്തിലെന്നത് പറയാമോ? അല്ലാഹുവിന്റെ മാർഗത്തിൽ ഗതിയില്ലാത്തൊരു യാത്രികനും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സകാത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ സകാത്തിൻ്റെ അവകാശികൾ ആരൊക്കെയാണെന്നതിനെ കുറിച്ചൊക്കെയുള്ള വളരെ ലളിതമായൊരു ഗാനമാണ് ഇവിടെ ഹാത്തിം സലാ നമുക്ക് വേണ്ടി പാടിയിട്ടുള്ളത്. കൂട്ടുകാർക്ക് ഇതൊക്കെ മനഃപ്പാഠമാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു കാര്യങ്ങൾ കൂടി പഠിക്കുകയാണ്. അതെ, മനസ്സിലേക്ക് ഇറങ്ങുന്ന, പെട്ടെന്ന് ലളിതമായി ഇറങ്ങാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് പാട്ടിലൂടെയൊക്കെ ഉള്ളത്. ഏതായാലും ഹാത്തിമിന് പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പരിപാടി തുടരുമ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് കൂട്ടുകാരി
ഹവ്വ സമാനാണ്. പെരിന്തൽമണ്ണ സിൽവർ മൗണ്ട് ഇൻ്റർനാഷണൽ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹവ്വ സമാൻ. ഹവ്വ സമാൻ ഒരു പ്രസംഗമാണ് നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ലോകത്തുള്ള ഇസ്ലാം മത വിശ്വാസികൾക്ക് അള്ളാഹു ആഘോഷത്തിനു വേണ്ടി നൽകിയ 2 ആഘോഷങ്ങളിൽ ഒന്നാണ് ബലിപെരുന്നാൾ. ദുൽഹിജ്ജ മാസത്തിലാണ് ബലിപെരുന്നാൾ ആഘോഷിക്കാറുള്ളത്. വിശ്വാസികൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്ന മാസം കൂടിയാണ് ദുൽഹിജ്ജ മാസം. ബലിപെരുന്നാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെയും കുടുംബത്തെയും സ്മരിക്കേണ്ട ആഘോഷം കൂടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വലിയവൻ എന്ന മഹത്തായ തക്ബീർ വാചകം വിശ്വാസികൾ ഏറെ ആവേശത്തോടെ ചൊല്ലുന്ന ആഘോഷം. പക്ഷേ പല മുസ്ലിങ്ങളും അല്ലാഹു അക്ബർ എന്നതിൻ്റെ ആശയം മറന്നു പോയിട്ടുണ്ട്. ഏതു പ്രതിസന്ധിയിലും ഏകനായ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവന് മാത്രമേ ആരാധനകൾ അർപ്പിക്കാവൂ എന്ന ഇസ്ലാമിൻ്റെ ആശയ പ്രഖ്യാപനമാണ് അല്ലാഹു അക്ബർ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിലൂടെ ഈ ആശയം പ്രഖ്യാപിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം പരിശുദ്ധമാണ് എന്ന് ഈ ആഘോഷവേളയിൽ വിശ്വാസികൾ ഉറപ്പിക്കണം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുകയും നേർച്ചകൾ നേരുകയും ചെയ്യുന്ന തിന്മയിൽ നിന്നു മാറി നിൽക്കാനും അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ സത്യസന്ധമായി പറയാനും നമുക്ക് ശ്രമിക്കാം എന്നു മാത്രം പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിലെ 2 ആഘോഷങ്ങൾ, അതിലൊരു ആഘോഷത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 2 ആഘോഷങ്ങളെ പറ്റിയിട്ട് മനോഹരമായിട്ടുള്ളൊരു പ്രസംഗമാണ് ഹവ്വ സമാൻ പീസ് റേഡിയോ ശ്രോതാക്കൾക്കായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രസംഗം അവതരിപ്പിച്ച ഹവ്വ സമാൻ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഹവ്വക്ക് പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഭാവിയിലും ഇത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് പ്രസൻറ്റ് ചെയ്യണം, നമ്മുടെ പീസ് റേഡിയോയിലും അവതരിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താണ്. അടുത്തൊരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഹെൻസ MJ ആണ്. ഒരു പാട്ടുമായിട്ടാണ് ഹെൻസ വന്നിട്ടുള്ളത്. പുന്നശ്ശേരി സൗത്ത് AMLP സ്കൂൾ നരിക്കുനി 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹെൻസയുടെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നെഞ്ഞ് വെടിയണം, നാവ് കൊണ്ടു നാം തേനൊഴുക്കണം, നന്മ ചെയ്യുവാൻ കൈയുയർത്തണം, വേദഖുർആനെന്നും തണം, വേദനിക്കുവോർ കഭയമേകണം. പൊന്നുമക്കളെ നിങ്ങളുണരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നെഞ്ഞ് വെടിയണം, പള്ളി നമ്മുടെ ഉള്ളിൽ പണിയണം, സ്നേഹം കൊണ്ടൊരു മിമ്പറുയരണം, സത്യദീനിനെ പിന്തുടരണം, ശുദ്ധരാകുവാൻ ഹജ്ജ് ചെയ്യണം. പൊന്നുമക്കളെ നിങ്ങൾ വരണം, കുഞ്ഞുമുഖങ്ങൾ ശുദ്ധമാക്കണം, 5 നേരവും നിസ്കരിക്കണം, വഞ്ചനയുടെ നന്മ വിതറുവാൻ കച്ചുവാൻ സത്യബോധനം ശീലമാക്കണം, പ്രാർത്ഥന കേൾക്കാൻ സർവശക്തനാം റബ്ബ് മാർത്തമെന്നോർമ്മ വയ്ക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഹൻസയുടെ പാട്ട് വളരെ ഭംഗിയായി. നരിക്കുനി പുന്നശ്ശേരി സൗത്ത് AMLP സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഹൻസ. പീസ് റേഡിയോയുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പരിപാടി തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഇഹ്ദ ഷംസാണ്. ഖത്തറിലെ MES ഇന്ത്യൻ സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കൊച്ചുകൂട്ടുകാരി ഇഹ്ദ ഷംസ്. നമ്മോടൊപ്പം ചേരുന്നത് ഒരു ഗാനവുമായാണ്. ഗാനം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. ആകാശമേലാപ്പും അമ്പിളിയും ആയിരം താരകളും ആരും മണലും മലനിലയും ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു, ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനൊരാൾക്കേ പരമാധികാരം. ആകാശമേലാപ്പും അമ്പലയും ആയിരം താരകളും ആരും മണലും മലനിലയും ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു, ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു. വിജ്ഞാനമൊക്കെയും റബ്ബിൽ നിന്ന് വികാര വിചാരവും കഴിഞ്ഞവന് വിശ്വാസമുള്ളിലുറച്ചവന് വിജയ സ്വർഗത്തോ പുറപ്പ് തന്ന്. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനൊരാൾക്കേ പരമാധികാരം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരം താരകളും ആറും മണലും മലനിലയും ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു, ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു. മണ്ണിലെ പാഴ്ചെടി പുൽക്കൊടിയും വെണ്ണിലെ സൗരാണ്ട് ഗോളങ്ങളും കണ്ണിലുൾക്കൊള്ളാത്ത സത്യങ്ങളും എണ്ണി ഒരുക്കി വളർത്തി വയ്ക്കും, എണ്ണി ഒരുക്കി വളർത്തി വയ്ക്കും. അല്ലാഹുവിൻ്റെ കാരുണ്യസാരം അവനൊരാൾക്കേ പരമാധികാരം. ആകാശമേലാപ്പും അമ്പിളിയും ആയിരം താരകളും ആറും മണലും മലനിലയും ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു, ആരീ വിധത്തിൽ പഠിച്ചു വെച്ചു. മാഷാ അല്ലാ. അള്ളാഹുവിൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങളെ എണ്ണിപ്പറയുന്ന മനോഹരമായിട്ടുള്ളൊരു ഗാനം അവതരിപ്പിച്ചത് ഇഹ്ദ ഷംസ് 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇഹ്ദ ഷംസിന് പീസ് റേഡിയോയുടെ പ്രത്യേക ഭാവുകങ്ങൾ നേരുകയാണ്. തൽബിയ സ്റ്റാർ ക്വസ്റ്റ് സ്പെഷ്യൽ പ്രോഗ്രാമുകളിലെ അടുത്തൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കടക്കുകയാണ്. അടുത്തതായിട്ട് പാട്ടുമായിട്ട് നമ്മുടെ മുമ്പിലെത്തുന്നത് ഇൽഫ ബിൻത്ത് സലീം. അപ്പോൾ നമുക്ക് ഇൽഫയുടെ പാട്ടൊന്ന് കേട്ട് നോക്കാം. അസ്സലാമു അലൈക്കും. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് പൂനീലാവെങ്ങും പരന്നൊരു നേരത്ത് ഞാൻ എൻ്റെ കൽബിൻ ബുറാഖിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്
പൂനീലാവെങ്ങും പരന്നൊരു നേരത്ത് ഞാൻ എൻ്റെ കൽബിൻ ബുറാക്കിലേറി എൻ്റെ മോഹങ്ങളേറ്റി ഞാൻ ചെന്നിറങ്ങി. തൗഹീദിൻ മന്ത്രം മുഴക്കാനി ഭൂവീതിൽ മുന്നേ പണി തീർത്ത മങ്ങാത്ത മന്ദിരം കണ്ടെന്റെ കൽബ് കുളിർത്തുവല്ലോ, എൻ്റെ കൽബിൻ കറകളൊഴിഞ്ഞുവല്ലോ. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് വന്യറസൂലിന്റെ പുണ്യപാദങ്ങളിൽ വനമേകിയ തൂമണൽ മുത്തുകൾ, വന്യറസൂലിന്റെ പുണ്യപാദങ്ങളിൽ വനമേകിയ തൂമണൽ മുത്തുകൾ ഞാൻ എൻ്റെ കരളിൽ വാരി വാരി എൻ്റെ കണ്ണീണയപ്പോൾ നീർഞ്ഞു തൂകി. റബ്ബിൻ വിളിക്ക് ജവാബുമായെത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗരം, റബ്ബിൻ വിളിക്ക് ജവാബുമായെത്തിയ തിങ്ങി നിറഞ്ഞ മഹാജനസാഗരം. ഞാനതിൽ നന്നായി അലിഞ്ഞു ചേർന്നു, എൻ്റെ ഞാനെന്ന ഭാവങ്ങൾ തെഞ്ഞു മാഞ്ഞു. ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത്, ഹജ്ജിന്റെ കാലത്ത് ഹറമിന്റെ ചാരത്ത് സംസത്തീരമൃതം മാതിവാരി മോന്തുമ്പോൾ ഹാജറ പുത്രന്റെ വൈദാഹമോർത്തുപോയി. ഗതകാല ചിത്രങ്ങൾ മാറി മാറി എൻ്റെ മനതാരിൽ മിന്നി തിളഞ്ഞു പോയി, എൻ്റെ മനതാരിൽ മിന്നി തിളഞ്ഞു പോയി. മാഷാ അല്ലാ, ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഗാനമാണ് പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി തൽബിയ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഈ ഗാനം ആലപിച്ചത് ഇൽഫ ബിൻത്ത് സലീം. പീസ് റേഡിയോ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തൽബിയ അതിൻ്റെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചുകൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിനോടൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനിയും ധാരാളം കൂട്ടുകാരുടെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ നമുക്ക് കേൾക്കുവാനുണ്ട്. ഇനി നമ്മോടൊപ്പം ചേരുന്നത് കെൻസ ടി പി ആണ്. ഒരു അറബി ഗാനവുമായാണ് കെൻസ നമ്മോടൊപ്പം ചേരുന്നത്. കലിംബ്ര അൽഹിക്കമ മദ്രസയിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കെൻസ ടി പി. കെൻസയുടെ അറബി ഗാനം നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്തഫ മുസ്തഫ منبعو للصفا سيد الأنبياء مشعل في الوفاء كان في عطفه لليتامى دفا مصطفى مصطفى منبعو للصفا سيد الأنبياء مشعل في الوفاء كان في عطفه لليتامى دفا هنى قلبي له فاض شوقا إليه ليس أرجو سوى شربة من يدي الصلاة عليه والسلام عليه للسماء ارتقى فأتى بالنقى وعلى وجهه نيرا مشرقا كان من عفوه حين هان اللقاء قال فانتذهبوا أن تموتوا لاقا مصطفى مصطفى منبع للصفا سيد الأنبياء مشعل في الوفاء كان في عطفه لليتامى دفا كان في هديه منهجا وسطا كانت تساعده بسمة البسطاء
صيد في الكرم قمة في العطاء. മാഷാ അല്ലാ, വളരെ മനോഹരമായി കെൻസ ഈ ഒരു ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചു. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കെൻസ. പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. തെൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികളുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ഖദീജ തഹാനിയാണ്. ഒരു കഥയുമായിട്ടാണ് ഖദീജ തഹാനി നമ്മോട് കൂടെ ചേരുന്നത്. AMLP സ്കൂൾ നരിക്കുനി 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഖദീജ തഹാനി. നമുക്ക് കഥയിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഞാൻ ഇന്നൊരു കഥ പറയാം. ഒരിക്കൽ ഒരു അച്ഛനും മകളും പട്ടം പറത്താൻ പോയി. വിശാലമായ അറ്റമില്ലാത്തൊരു സ്ഥലത്ത് വെച്ച് അച്ഛൻ പട്ടത്തിൻ്റെ നൂൽ മെല്ലെ അഴിച്ചു വിട്ടു. അപ്പോൾ പട്ടം ഉയർന്നു വിശാലമായി പറക്കാൻ തുടങ്ങി. ഈ സമയം അച്ഛൻ മകളോടായി പറഞ്ഞു, ഞാൻ നിന്നോട് ഒരു ചോദ്യം ചോദിക്കും, മോളിതിന് കൃത്യമായി മറുപടി പറയണം. എന്നിട്ട് അച്ഛൻ അവളോട് ചോദിച്ചു, മോളെ, ഈ പട്ടത്തിന് ആകാശത്ത് പറക്കാൻ സഹായിക്കുന്നതിന് ഈ നൂലിൻ്റെ ധർമ്മം എന്താണ്? ഇത് കേട്ട മകൾ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ആകാശത്ത് സ്വതന്ത്രമായി പാറി നടക്കാൻ ഉള്ള അവകാശം നിഷേധിക്കുകയല്ലേ ഈ നൂൽ ചെയ്യുന്നത്? ഇത് കേട്ട അച്ഛൻ മകളോട് പറഞ്ഞു, അല്ല മോളെ, ഈ നൂലാണ് പട്ടത്തിന് മനോഹരമായി പറക്കാൻ അവസരം ഒരുക്കുന്നത്. ഇത് കേട്ട മകൾ അച്ഛനെ നോക്കി കളിയാക്കി ചിരിച്ചു. ഇത് കണ്ട അച്ഛൻ ഒരു കത്രിക എടുത്ത് പട്ടത്തിൻ്റെ നൂൽ മുറിച്ചു കളഞ്ഞു. അപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്കും നിങ്ങൾക്കുമൊക്കെ അറിയാവുന്നതുപോലെ പട്ടം കുറച്ചങ്ങോട്ടും കുറച്ചിങ്ങോട്ടും ഒക്കെ പറന്ന് കീറി പറഞ്ഞ് താഴേക്ക് പതിച്ചു. കൂട്ടുകാരെ, ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. അള്ളാഹു നമ്മെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ചില അതിർവരമ്പുകളും നിയന്ത്രണങ്ങളും ഏർപ്പാടാക്കിയത് മനോഹരമായി ഈ ലോകത്ത് ജീവിക്കാനും അതോടൊപ്പം മരണത്തിന് ശേഷം നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ള സമ്മാനമായ സ്വർഗം കരസ്ഥമാക്കാനുമാണ്. സ്വതന്ത്രം എന്ന പേരിൽ ഇസ്ലാമിൻ്റെ സദാചാര മൂല്യങ്ങളെ പൊട്ടിച്ചെറിയുന്നതോടുകൂടി ഈ ലോകത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റുകയും മരണശേഷമുള്ള ജീവിതത്തിൽ നഷ്ടം സംഭവിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക സദാചാര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കാനും അതുവഴി ജീവിതത്തിലും മരണാന്തര ജീവിതത്തിലും വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒട്ടേറെ ഗുണപാഠങ്ങളുള്ള നല്ലൊരു കഥയായിരുന്നു ഖദീജ തഹാനി നമുക്ക് വേണ്ടി ഇവിടെ പറഞ്ഞത്. നമ്മുടെ കൂട്ടുകാർ ഇത്തരത്തിലുള്ള ധാരാളം കഥകൾ കേട്ട് പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല നല്ല ഗാനങ്ങളും ഒക്കെ കേട്ട് പഠിക്കുന്നുണ്ട്. മാഷാ അല്ലാ. ഒഴിവ് സമയങ്ങൾ വെറുതെ കളയാതെ മനോഹരമായിട്ടുള്ള പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് കൂട്ടുകാരെല്ലാവരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ഏതായാലും നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഖദീജ തഹാനിക്ക് പീസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. സ്റ്റാർ ക്വസ്റ്റ് പരിപാടികൾ തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ലന മെഹറിൻ എം. ഒരു ഗാനമാണ് ലന മെഹറിൻ നമുക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. മഞ്ചേരി HMY HSSലെ വിദ്യാർത്ഥിനിയാണ് ലന മെഹറിൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉടനെ കഴുത്തിൻ്റെ ദർകൂബപ്പാ, ഉടയോൻ തുണയല്ലേ നമുക്ക് ബാപ്പാ. ഉടനെ കഴുത്തിൻ്റെ ദർകൂബപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെപ്പോൾ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ.
മനസ്സിലിപ്പോൾ നേരം കളയാതെ അറുക്കൂ പപ്പാ, നേരെ പിടി വാൾവ് ചറുക്കൂ പാപ്പാ, ഉടനെ കഴുത്തിൻ്റെതറുക്കൂ പാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് പാപ്പാ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനയ്ക്കുള്ളിൽ തുടിക്കുന്നില്ലേ. മോനെ ഇസ്മായിൽ ഫിർദൗസല്ലേ, മോഹം നിനയ്ക്കുള്ളിൽ തുടിക്കുന്നില്ലേ. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ പാപ്പാ, തൗഫീഖുടയോനോടടുക്കൂ പാപ്പാ. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കൂ പാപ്പാ, തൗഫീഖുടയോനോടടുക്കൂ പാപ്പാ, ഉടനെ കഴുത്തിൻ്റെതറുക്കൂ പാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്ക് പാപ്പാ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ. ആറ്റക്കനി മോനെ ഇതാ നിന്നെ പോൽ, ഏറ്റം സുഖമെൻ്റെ മനസ്സിലിപ്പോൾ. നേരം കളയാതെ അറുക്കൂ പാപ്പാ, നേരെ പിടി വാൾവ് ചറുക്കൂ പാപ്പാ, നേരം കളയാതെ അറുക്കൂ പാപ്പാ, നേരെ പിടി വാൾവ് ചറുക്കൂ പാപ്പാ. മാഷാ അല്ലാ. വലിയ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടൊരു ഗാനം, അതിൻ്റേതായ വളരെയധികം ഫീലിങ്ങോട് കൂടിയിട്ടാണ് ലെന മെഹറിൻ പാടിയിട്ടുള്ളത്. ഉടനെ കൈത്തൻ്റേതറുക്കുമെന്ന് തുടങ്ങുന്ന ഗാനം എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ഗാനമാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു ഗാനം കൂടിയാണ്. ലെന മെഹറിന് പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസന്നദ്ധതയും അർപ്പണ മനോഭാവവും ചിത്രീകരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഗാനമാണ് ലെന മെഹറിൻ നമുക്ക് വേണ്ടി ഇവിടെ പാടിയിട്ടുള്ളത്. ഏതായാലും ലെന മെഹറിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഇനി നമ്മൾ കേൾക്കുന്നത് ലിബാൻ യാസിറിൻ്റെ ഒരു ഗാനമാണ്. താനാളൂർ AMLP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ലിബാൻ യാസിർ. ലിബാൻ്റെ ഗാനം നമുക്കൊന്ന് കേൾക്കാം. അസ്സലാമു അലൈക്കും. അല്ലാഹ് യാ അല്ലാഹ്, അല്ലാഹ് യാ അല്ലാഹ്, ഏകനം ജഗമാകെയും പരിപാലിക്കുന്നോനല്ലാഹ്, ആദിയിൽ അനുഭൂവിയാം നിറയും നിലാവുളിയല്ലാഹ്, ഹൃദയ മധുരമായി ഉണരും നാമം അല്ലാഹ്, ഇരുളിൽ കമറൊളി ചിരിയുമാണല്ലാഹ്. അല്ലാഹ് യാ അല്ലാഹ്, അല്ലാഹ് യാ അല്ലാഹ്,
തളിരിടും ചെറുചെടിയിലും ഇരുവരുളിയ ഹൃദവൻ മണ്ണില് കുളിരിടും ഇളമോഹവൻ കണ്ടില്ലേ കൗതുകമുലകില് തളിരിടും ചെറുചെടിയിലും ഇരുവരുളിയ ഹൃദവൻ മണ്ണില് കുളിരിടും ഇളമഞ്ഞില് കണ്ടില്ലേ കൗതുകമുലകില് റാഹിമും നീയേ മാലിക്കും നീയേ റാഹിമും നീയേ മാലിക്കും നീയേ നിഴല് വഴിനൊരു തെളിതെളിക്കല്ലാ നിഴല് പൊരുളതി കൊരുല നീക്കല്ലാ അല്ലാ യാ അല്ലാ അല്ലാ യാ അല്ലാ ഏകനാം ജഗമാകയും പരിപാലിക്കുന്നോനല്ലാ ആദിയിൽ അനുഭൂവിയ നിറയും നിലാവൊളിയല്ല ഹൃദയ മധുരമായി ഉണരും നാമം അല്ലാ ഇരുളിൽ കമറൊളി ചിരിയുമാനല്ലാ അല്ലാ യാ അല്ലാ അല്ലാ യാ അല്ലാ. മാഷാ അല്ലാ. അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് ലിബാൻ യാസിർ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്. ലിബാന് പീസ് റേഡിയോയുടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയിൽ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ലിസ്ന നഫീസയാണ്. മംഗലാപുരം അൽ ഹുദ ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ലിസ്ന നഫീസ. ഒരു ഗാനവുമായി പീസ് റേഡിയോ ശ്രോതാക്കളോടൊപ്പം ലിസ്ന പങ്കുചേരുകയാണ്. പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സഹബാരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ട് സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ അതിർപ്പൂവാം ബിലാലിൻ സ്വരനാദം യാ റസൂലേ പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ നബി തങ്ങളുടെ പൂങ്കുടിലാണേ ഒരു നാളിലടയാളം തിരുമേനിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവിൽ പശയാലെ തിരുനൂററ് തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിൻ്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീടാ ഉടയോടെയൊന്നും ഉടയ്ക്കാത്ത കൂടാ ഇത്തിരി നേരമില്ലെങ്കിൽ പിന്നെ കാണാത്തൊരു വൃദ്ധയാ ചിരിച്ചിരിപ്പു മുഖം ചേർന്നാ പന വീടിനും കൊതിയാ ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്നു മുത്തു പതിച്ചൊരു ചുവരാണാ ഭാഗ്യക്കൂട് മുത്തു പതിച്ചൊരു ചുവരാണാ ഭാഗ്യക്കൂട് പനയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിലതു നിധിയാണേ പടിവാതിൽ ചെറുതടിയാണേ
നബി തങ്ങളുടെ പൂങ്കുടിലാണേ. മാഷാ അല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയുള്ള ആ വീടിനെ പറ്റിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ളത് ലിസ്ന നഫീസ. മാംഗ്ലൂരിലെ അൽഹുദ ഇൻ്റർനാഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ലിസ്ന. പീസ് റേഡിയോയുടെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഇനി ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയിൽ നമ്മോടൊപ്പം ചേരുന്നത് മഹ്റൈൻ മറിയമാണ്. അൽ ഫുർഖാൻ മദ്രസ പെരുമ്പിലാവ് അവിടുത്തെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മഹ്റൈൻ മറിയം. ഒരു അറബി ഗാനവുമായാണ് നമ്മോടൊപ്പം ചേരുന്നത്. എൻ്റെ പേര് മഹ്റൈൻ മറിയം. ഞാൻ പെരുമ്പിലാവിൽ അൽ ഫുർഖാൻ മദ്രസയിലെ 3ാം ക്ലാസ്സിലത്തെ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഇന്ന് പാടാൻ പോകുന്നത് പ്രോഫറ്റ് കുടുംബത്തെ കുറിച്ചുള്ളതാണ് പാടാൻ പോകുന്നത്. صلوا على محمد صلوا على خير البشر طفوا على بيوته لتعرفوا أنق الأسر زوجاته 11 في معنه واشتهر خديجة فسودة وحفصة بتوأمة عائشة ورملة ميمونة صفية وحمد أمة عالية زوجته زويرية بنت خزين زينب وبنت جحز زينب أولاده فصبت منهم بنات 4 فزينب في الأول وأم كلثوم تلي غيرهم وبعدها فاطمة كتابها يقادروه وهم عن قاسم أولهم وعبد الله الطاهر وإبراهيم آكر صلوا عليه وسلموا ونزموا واحتلموا. മാഷാ അല്ലാ, മഹ്റൈൻ മറിയം ഒരു അറബി ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചു. വളരെ നന്നായിട്ട് പാടി. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ റെക്കോർഡിങ് ഒന്നുകൂടി ഒരു സൗണ്ട് ക്ലാരിറ്റി ഉള്ള രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും. ഏതായാലും മഹ്റൈൻ മറിയമിന് പീസ് റേഡിയോയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഈ ഒരു സ്റ്റാർ ക്വസ്റ്റ് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ബലിപെരുന്നാൾ പരിപാടികളുടെ ഭാഗമായുള്ള സ്റ്റാർ ക്വസ്റ്റ് പരിപാടിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കൂട്ടുകാർ പല വിധങ്ങളിലായിട്ടുള്ള പ്രോഗ്രാം, പ്രത്യേകിച്ചും സ്കൂളൊക്കെ തുറന്ന് തിരക്കുള്ള ഈ സമയത്ത് അവർ പ്രത്യേകം പരിശീലിച്ചുകൊണ്ട് നല്ല കഴിവുള്ള കുട്ടികൾ അവർ പീസ് റേഡിയോയിലേക്ക് അയച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ കഴിവുകൾ വളരെ ഫലപ്രദമായ രൂപത്തിൽ വിനിയോഗിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കൂടി ചെയ്യാണ്. അവരുടെ പിന്നണിയിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾ എന്തായാലും ഉണ്ടാകും. കൂട്ടുകാരൊരിക്കലും സ്വന്തക്ക് അയക്കുന്നുണ്ടാവില്ല. അപ്പോൾ രക്ഷിതാക്കൾക്ക് എല്ലായ്പ്പോഴും ഇങ്ങനെ ഒരു സന്മാർഗം കാണിച്ചു കൊടുത്തതിന് അള്ളാഹു അതിൻ്റേതായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മറ്റു രക്ഷിതാക്കൾ, അവർക്കിതൊരു പ്രേരണയാണ്. നമ്മുടെ കുട്ടികളെ കൊണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യിപ്പിച്ച് പീസ് റേഡിയോയിലേക്ക് അയക്കുക. അവരുടെ സർഗാത്മകമായ കഴിവുകൾ നല്ല ദിശയിലേക്ക് തിരിച്ചുവിടാൻ ഈ പ്രോഗ്രാമുകൾ ഒരു പ്രേരകമാണ്. ചങ്ങാതിക്കൂട്ടം പോലെയുള്ള സ്പെഷ്യൽ ക്യാമ്പുകളിൽ വരുന്ന കുട്ടികൾ ഓരോരുത്തരെയായിട്ട് കാണുമ്പോൾ അള്ളാഹു അവർക്ക് നൽകിയ കഴിവുകൾ അവർ ഇസ്ലാമിൻ്റെ മാർഗത്തിൽ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ വളരെ അതിശയം തോന്നാറുണ്ട്. അതെ, അത് അവർക്ക് എല്ലാ നിലകളിലും ഭൗതികമായി നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പാരത്രികമായിട്ടാണെങ്കിലും ഇരു ലോകത്തും അവർക്ക് ഏറെ നന്മകൾ വരുത്തുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് പ്രത്യേകം നമ്മൾ ഓർമ്മിക്കുക. ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളിലേക്ക് നമ്മുടെ കുട്ടികളുടെ കഴിവുകളെ വഴിതിരിച്ചു വിടുക എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.